ഇനി വേറൊരു സെനാരിയോ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് കുറഞ്ഞു. ഇപ്പോൾ നമുക്ക് 18 നിന്ന് 5 അല്ലെങ്കിൽ 28 നിന്ന് 18 GST റേറ്റ് കുറഞ്ഞു എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻപുട്ട് ഇനി കുറയ്ക്കേണ്ടതായിട്ടുണ്ടോ? അതായത് അതിനെന്തെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ? നിലവിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഈ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് GST റേറ്റ് കുറയ്ക്കേണ്ട എന്നാണ്. അതായത് 18% നിന്ന് നമ്മൾ 5% മാറുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ക്രെഡിറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഈ 5% ആയാലും നമുക്കൊരു ടാക്സ് ലയബിലിറ്റി വരുമല്ലോ, അതിലേക്ക് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അല്ലാതെ അത് റിവേഴ്സ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി അത് കുറയ്ക്കേണ്ടതോ ആയ ഒരു ആവശ്യകത ഇല്ല. അതായത് രണ്ടും ടാക്സബിൾ ആണ് എന്നർത്ഥം. 18 28 ഇപ്പോഴും ടാക്സബിൾ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റിവേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല എന്നർത്ഥം. വേറൊരു സിനാരിയോ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ള കുറേ ഐറ്റങ്ങൾ ഉണ്ടാവും. അതിൽ കുറച്ച് സാധനം മാത്രമായിരിക്കും എക്സംപ്റ്റഡ് സപ്ലൈയിലേക്ക് മാറി, അതായത് നിൽ റേറ്റഡിലേക്ക് മാറിയിട്ടുണ്ടാവുക. ആ കേസിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ടാക്സ് റിവേഴ്സ് ചെയ്യണോ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള ക്രെഡിറ്റ് ടു ദ എക്സ്റ്റെൻറ്റ് എത്രയാണോ നമ്മുടെ എക്സംപ്റ്റഡ് സപ്ലൈ അത് റിവേഴ്സ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്.